ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ഇന്ത്യയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ യുദ്ധങ്ങളിലൂടെ ആണ് പറയാൻ പോകുന്നത്. കർണാട്ടിക് യുദ്ധമാണ് ആദ്യമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. ഈ മത്സരത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിൽ പരാജയപ്പെട്ടു. കച്ചവടാധിപത്യത്തിനു വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഈ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെടെ കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതിനാൽ ഇവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. പിന്നെ അടുത്തൊരു പ്ലാസി യുദ്ധമാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കമ്പനിയും ബംഗാളിലെ നവാബുമാരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഔറംഗസേബിൻ്റെ ഭരണശേഷം ബംഗാൾ നവാബുകൾ തങ്ങളുടെ അധികാരം ഉറപ്പിച്ചു. മുർഷിദ് കുലി ഖാനെ തുടർന്ന് ബംഗാളിലെ നവാബായത് അലി വർദി ഖാനാണ്. കമ്പനിയും ബംഗാൾ നവാബുമാരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. കമ്പനിക്ക് ഇളവുകൾ നൽകാൻ ബംഗാൾ നവാബുകൾ വിസമ്മതിച്ചു. സംഘർഷങ്ങൾ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയും ഒടുവിൽ പ്രസിദ്ധമായ പ്ലാസി യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. പിന്നെ ബംഗാളിൽ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. സിറാജ് ഉദ് ദൗലയുടെ സൈന്യാധിപനായിരുന്നു മിർ ജാഹുമായി ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. ബംഗാൾ നവാബായ അലി വർദി ഖാൻ അന്തരിച്ച വർഷം 1756 അലി വർദി ഖാനു ശേഷം ബംഗാൾ നവാബായത് സിറാജ് ഉദ് ദൗലയാണ്. ഇനി അടുത്തതായിട്ട് 1757 പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗലയ്ക്കെതിരെ കമ്പനി സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവാണ്. പ്ലാസി യുദ്ധത്തിലെ തോൽവിക്ക് ശേഷം സിറാജ് ഉദ് ദൗല വധിക്കപ്പെടുകയും മിർ ജാഫർ ബംഗാൾ നവാബാവുകയും ചെയ്തു. പിന്നെ മിർ ജാഫറിന് ശേഷം ബംഗാൾ നവാബായത് മിർ ഖാസിമാണ്. പിന്നെ അടുത്തത് ബക്സർ യുദ്ധത്തിനെ പറ്റിയിട്ടാണ്. ബക്സർ യുദ്ധം ഇത് നടന്ന വർഷം 1764 ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തി ഷുജാ ഉദ് ദൗല അവധിലെ നവാബ് മിർ ഖാസിം മുൻ ബംഗാൾ നവാബ് എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയിരുന്നു. ബക്സർ യുദ്ധത്തിലെ പരാജയത്തിനു ശേഷം ബംഗാൾ നവാബായി വീണ്ടും അവരോധിക്കപ്പെട്ടത് മിർ ജാഫറാണ്. മിർ ജാഫർ അന്തരിച്ച വർഷം 1765 1764 ബംഗാൾ ഗവർണറായിരുന്നത് റോബർട്ട് ക്ലൈവാണ്. ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത വർഷം 1774 ഇനി അടുത്തത് മൈസൂർ യുദ്ധത്തിനെ പറ്റിയിട്ടാണ്. ബ്രിട്ടീഷ് അധീനതയിലായ ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമാണ് മൈസൂർ ഭരിച്ച പ്രബലരായ ഭരണാധികാരികൾ ഹൈദർ അലി, ടിപ്പു സുൽത്താൻ എന്നിവരാണ്. മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് അടുത്തതായിട്ട്. മൈസൂരിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചതും തത്ഫലമായി ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായതുമാണ് ആദ്യത്തേത്. പിന്നെ ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന സൗഹൃദം. പിന്നെ അടുത്തത് മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ മരണം വരിച്ചത് 4-ാം മൈസൂർ യുദ്ധത്തിലാണ്. പിന്നെ അടുത്തായിട്ട് മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് അധീനതയിലായ പ്രദേശങ്ങളാണ് മലബാർ, കൂർഗ് തുടങ്ങിയ പ്രദേശങ്ങളാണ്. പിന്നെ 1-ാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1767 മുതൽ 1769 വരെയാണ്. പിന്നെ 2-ാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1780 മുതൽ 1784 വരെയാണ്. 3-ാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1790 മുതൽ 1794 വരെയാണ്. 4-ാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1799. പിന്നെ 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ബ്രിട്ടീഷുകാർ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നറിയപ്പെടുന്നത്. പിന്നെ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശമാണ് മലബാർ എന്ന് പറയുന്ന പ്രദേശം. പിന്നെ ഹൈദർ അലി മൈസൂർ ഭരണാധികാരിയായിരുന്നത് 1761 മുതൽ 1782 വരെയാണ്. ഹൈദർ അലിയുടെ മകൻ ടിപ്പു സുൽത്താൻ മൈസൂർ ഭരണാധികാരിയായിരുന്നത് 1782 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ്. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് ശ്രീരംഗപട്ടണം, മൈസൂരിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തിലാണ്. 1799 മെയ് 4 ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത്.
പിന്നെ ആംഗ്ലോ മറാത്ത യുദ്ധമാണ് അടുത്തതായിട്ട്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം 1782 ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് അടുത്തതായിട്ട്. സാൽഭായ് സന്ധിയാണ്. പിന്നെ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം 1703 മുതൽ 1805 വരെയാണ്. പിന്നെ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം 1817 മുതൽ 1819 വരെയാണ്. പിന്നെ കിറ്റൂർ എന്ന ചെറിയ സംസ്ഥാനം കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചതിനെതിരെ ആയുധമെടുത്ത് ബ്രിട്ടീഷ് വിരുദ്ധ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് റാണി ചെന്നമ്മ എന്ന വ്യക്തിയാണ് നേതൃത്വം നൽകിയത്. പിന്നെ റാണി ചെന്നമ്മ 1824 അറസ്റ്റിലാവുകയും 1829 ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ.